ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ഇവിടെ ദൈവം നോഹയെയും നോഹയോടുകൂടെ ഉള്ളവരെ ഓർത്തു എന്നാണ് ഈ വചനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ആരാണ് നോഹ? വേദപുസ്തകം പറയുക, നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. നോഹയോട് ദൈവം പറഞ്ഞു, ഭൂമിയിൽ മഴ പെയ്യാൻ പോകുകയാണ്, നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും രക്ഷയ്ക്കായി ഒരു പെട്ടകം തീർക്കണം. ആ പെട്ടകത്തിന്റെ നീളവും വീതിയും ഉയരവും അതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ള മുഴുവൻ കാര്യങ്ങളും ദൈവം നോഹയ്ക്ക് പറഞ്ഞു കൊടുത്തു. അന്ന് വരെ ഭൂമിയിൽ മഞ്ഞ് പൊങ്ങി ഭൂമിയെ നനയ്ക്കുകയാണ്. എന്നാൽ നോഹ കാണാത്തതിനെ കുറിച്ച് അരുളപ്പാടുണ്ടായി, ഇനിയും മഴ മേളിൽ നിന്ന് പെയ്യാൻ പോവാം. സകല മനുഷ്യരും ഭൂമിയിലേക്ക് നോക്കി മഞ്ഞ് നോക്കിയിരിക്കുമ്പോൾ നോഹ ഉയരത്തിലേക്ക് നോക്കിയിരിക്കുക ഒരു മഴയ്ക്കായി. നോഹ ഒരു പെട്ടകം പടുതു. നോഹയുടെ കുടുംബം മുഴുവൻ ആ പെട്ടകത്തിൽ കയറി. സ്തോത്രം. സകല മൃഗങ്ങളും ഇഴജാതികളും അതിനകത്ത് കയറി. ഭൂമിയിൽ നീണ്ട ദിവസങ്ങൾ മഴ പെയ്തു. ജീവനുള്ളതെല്ലാം ആ ന്യായവിധിയുടെ മഴയിൽ ചത്തൊടുങ്ങി. എന്നാൽ ന്യായവിധിയുടെ വെള്ളത്തിന് മുകളിൽ ദൈവത്തെ അനുസരിച്ച, ദൈവകൽപ്പന പ്രമാണിച്ച നോഹയുടെ കുടുംബം ഇങ്ങനെ വെള്ളത്തിന്റെ മണ്ടയ്ക്കൂടെ അലതല്ലി യാത്ര ചെയ്യുക. ബൈബിൾ എഴുതി, ആ സമയത്ത് ദൈവം നോഹയെ ഓർത്തു. ഒരു കാറ്റടിപ്പിച്ചു, ആഴിയുടെ ഉറവകൾ അടഞ്ഞു, ആകാശത്തിന്റെ വാതിലുകൾ അടഞ്ഞു, ഭൂമിയിൽ മഴ നിന്നു, പെട്ടകം ഒരു അരാരാത്ത പർവ്വതത്തിൽ ഉറച്ചു. എന്താ ഇവിടുത്തെ സന്ദേശം? ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്നെ ഓർക്കേണ്ട സമയത്ത് എന്റെ കർത്താവ് ഓർത്തു. ബൈബിളിൽ വാക്യമുണ്ട്, യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ നമ്മെ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗ്രഹത്തെ അനുഗ്രഹിക്കും, അഹരോൻ ഗ്രഹത്തെ അനുഗ്രഹിക്കും. അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. എന്താ ഇന്നത്തെ സന്ദേശം? ദൈവത്തിന് വേണ്ടി നിന്നാൽ നിന്നെ ഓർത്തോർത്ത് അനുഗ്രഹിക്കുന്ന ദൈവം. നമുക്ക് പറയാം, കർത്താവേ, എന്നെ ഒന്ന് ഓർക്കണേ, എൻ്റെ അവസ്ഥയൊന്ന് ഓർക്കണേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണേ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മറന്നാലും അങ്ങ് അവരെ ഒന്ന് ഓർത്ത് അനുഗ്രഹിക്കണം. അവർ സ്ഥിതികൾക്ക് മാറ്റം കൊടുക്കണം. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഓർത്തനുഗ്രഹിക്കുന്ന ദൈവം, നിന്നെ ഉറപ്പിക്കാനിടത്ത് ഉറപ്പിക്കുന്ന ദൈവം, മാനിക്കാനിടത്ത് മാനിക്കുന്ന ദൈവം കൂടെ ഇരിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.